വ്യാഴം ഒക്ടോബർ മാസം 18-ാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. ചിങ്ങൻ രാശിക്കാർക്ക് അത്ര വലിയ ഗുണകരമായ കാലമല്ല ഇത്. എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായതുകൊണ്ട് ദോഷം ചെയ്യുവാൻ ഇടയില്ല. നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. മകം, പൂരം, ഉത്തിരം, കാൽ ഈ നക്ഷത്രങ്ങളെയാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. മിഥുനൻ രാശി ചിങ്ങൻ രാശിയുടെ 11-ാം ഇടമാണ്. ആ 11-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ 12-ലേക്ക് വ്യാഴം മാറുമ്പോൾ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളൊന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ചെലവുകൾ വർദ്ധിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനും ബിസിനസ്സുകാർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും വഴിയെ പോകുന്ന വയ്യാവേലിയെല്ലാം തലയിൽ വന്ന് കയറുകയും ഒക്കെ ചെയ്യുന്ന കാലമാണ്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചക്ഷേത്രമായതുകൊണ്ട് താരതമ്യേന മറ്റേതെങ്കിലും ഒരു ഗ്രഹം 12-ൽ നിന്നാൽ തരുന്ന അത്ര ദോഷം ചെയ്യുന്നതല്ല. എന്നാലും 12-ലെ നിൽപ്പ് ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് ഗുണദോഷങ്ങൾ ഇടകലർന്നുള്ള ഒരു കാലം തന്നെയായിരിക്കും വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തിലൂടെ ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, വ്യാഴം വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ ഈ രാശിയിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ദോഷങ്ങൾ കുറവായിരിക്കും. എന്നിരുന്നാലും ഓർമ്മക്കുറവ്, പല കാര്യങ്ങളിലുമുള്ള തടസ്സം, സ്ത്രീകൾക്ക് പലതരത്തിലും സ്ഥലം മാറ്റങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാറ്റങ്ങളോ, ഇഷ്ടപ്പെടാത്ത പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയോ, തൻ്റെ മുൻപിലേക്ക് തൻ്റെ വിരലിൻ്റെ തുമ്പിലേക്ക് എത്തിയ പല കാര്യങ്ങളും അവിടെ നിന്ന് ഇല്ലാതാവുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ സംഭവിക്കാൻ ഇടവരും. എന്നാലും ചില കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുവാനും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാനും സാധിക്കും. നമുക്ക് പല കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയാതെ വരുമ്പോൾ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വിജയത്തെ എത്തിക്കുവാൻ, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തെ വിജയിപ്പിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ മനസ്സിന് വലിയ വിഷമവും സങ്കടവും അനുഭവപ്പെടും. പക്ഷേ ഈശ്വര സാന്നിധ്യമുണ്ടാകുമ്പോൾ, ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അതിനെ അതിജീവിക്കുവാനും നല്ല വിജയങ്ങൾ നേടുവാനും സാധിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടായാൽ നടക്കാത്ത കാര്യം എന്താണ് ഈ ലോകത്തുള്ളത്? താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ചില ആളുകളുമായി അകൽച്ചയുണ്ടാകുവാനോ പൂർണ്ണമായി വേർപെട്ടു പോകുവാനോ ഇടവരും. വളരെ വിശ്വസ്തരാണ് എന്ന് വിചാരിച്ചിരുന്ന പലരും സാമ്പത്തികമായി നമ്മെ പറ്റിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ അനിഷ്ടങ്ങൾ കണ്ടാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവയൊക്കെ നടത്തിയാൽ ദോഷത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വിഷ്ണു ഭഗവാൻ നൽകട്ടെ.